ഒരു ഹോസ്റ്റൽ ഹൊറർ സ്റ്റോറി പറഞ്ഞുതരാം. ഇത് ഒരാൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അല്ല, ഒരു റൂമിലെ 8 കുട്ടികൾക്ക് ഒരുമിച്ചുണ്ടായ എക്സ്പീരിയൻസ് ആണ്. കഥ നടക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലിലാണ്. ഇവരുടെ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിംഗിലാണ് കഥ നടക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ഇവർ ഹോസ്റ്റലിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ. ഓരോ റൂമിലും 4 ഡബിൾ ഡെക്കർ ബെഡ്, അങ്ങനെ ആകെ മൊത്തം 8 കുട്ടികളാണ് ഉണ്ടായിരിക്കുക. അതിൽ നമ്മളെ കഥയിലെ കുട്ടീനെ അനു എന്ന് പറയാം. അനു വിൻഡോന്റെ അടുത്തുള്ള ബെഡിൽ താഴെയാണ് കിടക്കുന്നത്. ഇവര് ഹോസ്റ്റലിൽ രാത്രി 10 മണിയായാൽ ലൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി 10 മണിയായപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഫസ്റ്റ് ഡേ ആണല്ലോ, എല്ലാവർക്കും എല്ലാവരും ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ സംസാരിക്കാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അനുവിന്റെ ബെഡിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇവരുടെ ഫ്രണ്ട് ആക്കാരം കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ഇവര് കിടന്ന് കുറച്ച് ടൈം ആയതും റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കോമ്പൗണ്ടിൽ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ എയർ ഹോളിൽ കൂടെ ചെറിയ ലൈറ്റ് ഇങ്ങനെ റൂമിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ആരും ഉറങ്ങിയിട്ടില്ല. എയർ ഹോളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനു ജനലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കാണുന്നതും പെട്ടെന്ന് തന്നെ ഒരു രൂപം, അതായത് ഒരു മനുഷ്യന്റെ മേലെ കൂടെ പുതപ്പിട്ട് എങ്ങനെ ഉണ്ടാവും അങ്ങനെ പോലത്തെ ഒരു മനുഷ്യന്റെ രൂപം, അത് ജനലിന്റെ പുറത്തുനിന്ന് ഉള്ളിക്ക് വരുന്ന പോലെ അനു അങ്ങ് കണ്ട്. അനുവിനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പ് പാരാലിസിസ് വരും. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് പാരാലിസിസ് വന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ട് ഇവൾ ആരോടും പറയാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനുവിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഫ്രണ്ട് ഉണ്ടല്ലോ, ഓൾ അനുവിനോട് ചോദിക്കും നീ എന്തെങ്കിലും കണ്ടോ ചോദിക്കും. ഇവളിത് ചോദിച്ചതും ലിറ്ററലി റൂമിലുള്ള 8 ആളും അങ്ങ് അലറും. ഇവർ 8 ആളും കറക്റ്റ് ഈ സാധനത്തിന് കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ഇവരെല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി റൂമിന്റെ ഡോറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ തന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുറച്ച് ദൂരം നിന്ന് ഈ റബ്ബറിന്റെ പോലത്തെ ചെരുപ്പ് ഉണ്ടാവില്ല, നല്ല സൗണ്ട് ഉള്ള ചെരുപ്പിട്ട് ആരോ ഓടുന്ന സൗണ്ട് കേൾക്കുക. ഫസ്റ്റ് കുറച്ച് ദൂരം നിന്നൊക്കെ ഈ സൗണ്ട് കേട്ടിട്ടുണ്ടാവുക. പിന്നെ ഇവരുടെ റൂമിനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഇവരെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വട്ടത്തിൽ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുക. ഇതോടെ ആയപ്പോ ഇവരെല്ലാരും അലറി താഴേക്ക് ഓടും. താഴെ പ്രെയർ ഹാൾ ഉണ്ടാവും, പ്രെയർ ഹാളിൽ പോയി ഇരുന്ന് അന്ന് അങ്ങനെ നേരം വെളുപ്പിക്കും. ഇവരുടെ ഹോസ്റ്റലിന്റെ സെയിം ബിൽഡിംഗിലാവില്ല വാർഡൻ ഉണ്ടാവുക, ഡിറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു ബിൽഡിംഗിലൊക്കെ വാർഡന്റെ റൂം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാർഡനൊന്നും ഇവരെ സൗണ്ട് ഉണ്ടാക്കി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ രാവിലെ ആവുമ്പോൾ വാർഡൻ വരും. വാർഡനോട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഇവർക്ക് എന്തായാലും റൂം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാണ്ട് ഇവർക്ക് റൂമൊക്കെ മാറ്റി കൊടുക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇവർ സെക്കൻഡ് ഇയർ ലാസ്റ്റിൽ എത്തുമ്പോഴാണ് അറിയുക ഇവരുടെ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി കുറെ ഹൊറർ സ്റ്റോറീസ് ഉണ്ടാവും. അതും പ്രധാന കഥകളൊക്കെ ഇവരന്ന് നിന്ന റൂമിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവുക. ആൻഡ് ഇതിൽ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇവര് ഫസ്റ്റ് ഇയറിൽ വരുന്നതിന്റെ ഒരു 3 മാസം മുന്നേ, അതായത് അതിന്റെ മുന്നത്തെ അക്കാദമിക് ഇയറിന്റെ എക്സാം ടൈം ഉണ്ടാവുമല്ലോ, മാർച്ച് ടൈം ഒക്കെ, ആ ടൈമിൽ ആ റൂമിന്റെ ഫാനിൽ തൂങ്ങിയിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കണ്. ഈ സംഭവം പറഞ്ഞ കുട്ടിയൊക്കെ പേടിയാക്കാറല്ലോ, ആരും ആ റൂമിൽ നിൽക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ വാർഡന് സീനിയേഴ്സിനെ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്തിട്ടുണ്ടാവും ഈ കഥ ആരോടും പറയരുത്, പുതിയ വരുന്ന കുട്ടികളോട് പറയരുത് എന്നുള്ളത്. ഇവരെ പണിഷ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് സീനിയേഴ്സ് അന്ന് ഇവരോട് കഥകളൊന്നും പറയാഞ്ഞതും. ആൻഡ് ഇവരന്ന് റൂമിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് അലറി എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ ഒരു കുട്ടികളും പുറത്തേക്ക് വന്നിട്ടോ ഡോറ് തുറന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവർ വിചാരിച്ചു മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ എല്ലാവരും ഉറങ്ങിയതാക്കാരെന്നുള്ളത്. സംഭവം എല്ലാവരും പേടിച്ചിട്ട് അന്ന് ഡോറ് തുറക്കാതിരുന്നതാണ്. ഇത്രയുള്ള സ്റ്റോറി. നിങ്ങളുടെ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ട്, ഇതുപോലത്തെ ഇൻസിഡന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.